ഇപ്പോൾ ഉള്ളത് മറയൂർ തന്നെ കാന്തല്ലൂർ റോഡാണ്. മറയൂർ കാന്തല്ലൂർ റോഡ് ആണ്ടാ കരിമ്പന്തോട്ടാണ്. കരിമ്പന്തോട്ടം. അപ്പോൾ ഇവിടെ ശർക്കര ഉണ്ടാക്കണം, മറയൂർ ശർക്കര. അപ്പോൾ അതൊന്ന് കുറച്ച് വാങ്ങണം. അപ്പോൾ ഒന്ന് ഞാനത് കാണിച്ചു തരാം. അതെ, ഇതാണ് ശർക്കര. ഇവിടെ ട്രഡീഷണൽ മോഡലാണ് ഉണ്ടാക്കുന്നത്. കണ്ടോ, മറയൂർ ശർക്കര. അതെ, അപ്പോൾ നമുക്ക് പതുക്കെ അകത്തേക്ക് കയറിയിട്ട് എങ്ങനെയാണ് സംഭവം എന്നാണ് കുറച്ച് വാങ്ങുകയും ചെയ്യുക, എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കാണാം. നമ്മപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാ. ഇവിടുത്തെ നമ്മുടെ മുതലാളിയാണ് ഷിൻഡോ. ഷിൻഡോ ഒന്ന് പറഞ്ഞുതരുമോ എങ്ങനെയാണ് സംഭവം എന്ന്? ഷിൻഡോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവം എന്നുള്ളത്. ആ, ഇതാണോ മെഷീൻ അടിക്കുന്നത്? ആ, ഈ കരിമ്പല്ലേ, അത് ഇതിലേക്ക് കയറ്റി വിടും. ആ, ഓക്കെ ഓക്കെ. ആ, ഇതിലേ ജ്യൂസായിട്ട് വരും. അതായത് ആ കരിമ്പ് അതിലിടും, ഇതിൽ ജ്യൂസായിട്ട് വരും. ആ, ചണ്ടി അതിലേ പോവും. ഈ ജ്യൂസ് ഈ പൈപ്പിൽ കൂടെ അങ്ങോട്ട് പോകും. ആ, പൈപ്പിൽ കൂടെ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ടാങ്ക് അല്ലേ? ഓക്കെ. തീയിട്ട് കൊടുത്തന്നെ തോന്നല്ലേ അടിയിൽ? വിറകാണോ ഉപയോഗിക്കുന്നത്? ആ, ഓക്കെ. ആ, ഓക്കെ. ഓ, ഇത് ഭയങ്കര വലിയ ചട്ടിയാണല്ലോ. അടിപൊളി. ആ, ജ്യൂസ് നേരെ ഇതിലേക്ക് വരും അല്ലേ? ആ, ഓക്കെ ഓക്കെ. ആ, ഇതിലേക്ക് വരും ജ്യൂസ്. ഓക്കെ. ആ, ഈ ടാങ്കിൽ സ്റ്റോറായിട്ട് നേരിട്ട് നമുക്ക് ഈ ഇതിലേക്ക് വരും. 3.5 മണിക്കൂർ തിളപ്പിക്കൂലേ ഇതിലിട്ടിട്ട്? ഓക്കെ ഓക്കെ. ആ, ഓക്കെ ഓക്കെ ഓക്കെ. ആ, 3 മണിക്കൂർ ഇതിലിട്ടതിന് ശേഷം അതിലേക്ക് ഇടും. ആ, ഓക്കെ. ആ, ഓക്കെ ഓക്കെ. അതിൽ ഡ്രൈ ആയതിനു ശേഷമാണ് ഉണ്ടാക്കി എടുക്കുക അല്ലേ? ഉണ്ടാക്കിയത് അവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് കാണിച്ചു തരുമോ? സംഭവം സെറ്റപ്പാണ് കേട്ടോ, നല്ല ഫ്രഷ്. ആ, ഇവിടെ സാമ്പിൾ ഇരിപ്പുണ്ട് കേട്ടോ. ആ, ഇത് പൊടി. ആ, ഇത് കഴിച്ചോ നോക്കട്ടെ. അടിപൊളി കേട്ടോ, നല്ല ഫ്രഷ് ശർക്കര കേട്ടോ. ഇപ്പോൾ ഒരുപാട് പേര് ഇവിടുന്ന് എക്സ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ, അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തേക്കുന്നുണ്ടോ ചാക്കിൽ പോലെ. ആ, ഓക്കെ. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കും അല്ലേ? ആ, ടേസ്റ്റ് ചെയ്തു, ഞാൻ ടേസ്റ്റ് ചെയ്തു. ഇത് വേറെ ശർക്കരയും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ചുക്ക് കുരുമുളകൊക്കെ ഇട്ടത് നമ്മളെ ഷേപ്പായിട്ട് നമ്മൾ പാക്കറ്റിൽ വരുന്നതൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കണതാണ്. ഇവിടെ നിന്നല്ല, ഒറിജിനൽ ശർക്കര ഉണ്ടാക്കുമ്പോൾ ഇവിടെ ഉണ്ടായിട്ട് വരും. സംഭവം കണ്ടോ. അപ്പോൾ അവർ നമുക്ക് നല്ല ശർക്കര ഇട്ടിട്ട്, അതായത് ചുക്കും കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ശർക്കര ഇട്ടുള്ള ഒരു ചായ തന്നുണ്ട് കേട്ടോ. കുടിച്ചോ എങ്ങനെയാണ്? ആ, അടിപൊളിയാണ്, സൂപ്പറാണ്. ഇവിടെ വേറൊരു സംഭവം ഉണ്ട്, ശർക്കര പാനി. ഇതെന്താ സംഭവം? ഇത് നമുക്ക് ജാമിന് ശർക്കരയുടെ മുമ്പത്തെ സ്റ്റേജിൽ എടുക്കുന്ന, അതായത് ഇതിപ്പോ ഈ സ്റ്റേജിൽ എടുക്കുന്ന സാധനം കേട്ടോ, ഇത് ശർക്കര പാനി. ഇത് എന്തൊക്കെയാ നമ്മൾ ഉപയോഗിക്കാറ്? ഇത് നമുക്ക് ജാമിന് ഉപയോഗിക്കാം, പഴവും പാനി കൂട്ടി കഴിക്കാം, ബ്രെഡിന്റെ കൂടെ. ആ, ഓക്കെ ഓക്കെ. ഇതെങ്ങനെയാണ് റേറ്റ് വരുന്നത്? ഇത് ബോട്ടിൽ 100 രൂപ. ബോട്ടിൽ 100 രൂപ, അതായത് ഇത്രയുള്ള ബോട്ടിൽ 650 ml അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ, ഫ്രഷ് ജാമൊക്കെ പോലെ തന്നെ യൂസ് ചെയ്യാൻ സംഭവം. ഇത് ഇതിൽ നിന്നുള്ള സംഭവമാണത്. അപ്പോൾ അവിടെ നിന്ന് നല്ല ഫ്രഷ് ശർക്കര കിട്ടിയിട്ടുണ്ട്. 1.5 കിലോ 100 ആയിട്ട് കിട്ടാം. കണ്ടോ, ഇവിടെ ഉണ്ടായിട്ടാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഓക്കെ, അടുത്ത